അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പേരും നാദിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനോ നിൻ കൃപ മതിയേ അടിയാനോ നിൻ കൃപ മതിയേ വന്ദിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലവൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വന്നിടുമോ പിന്നെ ഭയം തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയും തള്ളിടുമോ ഏഴയനെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തീരുമോ നിൻ സ്നേഹമെന്നിൽ തിരുകാരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പാതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ ആമേൻ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. വിശുദ്ധ വേദഭാഗം സഭാപ്രസംഗി 5-ാം അധ്യായം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായ്കയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്ക് പെരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണം ആകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നബഹുത്വത്തിലും വാക്ക് പെരുപ്പത്തിലും വ്യർത്ഥത ഉണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദരിദ്രരെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നത് കണ്ടാൽ നീ വിസ്മയിച്ച് പോകരുത്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അപ്പാ, ഒരു പ്രഭാതം കൂടി കാണുവാൻ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളെ പോലെ കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാൻ കിടന്ന് എത്രയോ പേരെ പകൽക്കാലം കാണാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കഷ്ടത നിമിത്തം അയ്യം വിളിക്കുമ്പോൾ കർത്താവേ, ഒരു പുതിയൊരു മാസം കൂടെ കാണുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. കഴിഞ്ഞ ഒരു മാസക്കാലം അടിയങ്ങളെ വിട്ട് കടന്നുപോയി. എന്നാൽ വീണ്ടും ഒരു പുതിയ മാസത്തിന്റെ 2-ാം ദിനത്തിലേക്ക് കടന്നു വരുവാൻ തക്കൊണ്ട് അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അപ്പാ, അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. കർത്താവേ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശു കർത്താവിന്റെ മഹാസ്നേഹത്തിനായി, കരുണയ്ക്കായി, ദയയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നപ്പാ. ആവശ്യമായ ആഹാരം, വസ്ത്രം, പാർപ്പിട, സമാധാനം എല്ലാം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, അപ്പാ, വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ,
സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത കുടുംബങ്ങളിലെല്ലാം യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. യേശു കർത്താവ് അരുളി ചെയ്തല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത കർത്താവെ, അടിയാൾക്ക് തന്നതായ ഈ സമാധാനം, ഹല്ലേലൂയ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബങ്ങളിലും കർത്താവെ യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം കർത്താവെ. രോഗികളായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയ മക്കൾക്ക് സൗഖ്യം, വിടുതൽ, ആശ്വാസം അങ്ങ് നൽകണം അപ്പ. യേശുവിൻ്റെ അടിപ്പടലുകളാലുള്ള സൗഖ്യം പ്രാപിച്ച് യേശു കർത്താവ് എനിക്ക് വലിയവ ചെയ്തു എന്ന് അത്ഭുത സാക്ഷിയായി തീരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവ്. അടിയാൾക്ക് തന്ന സൗഖ്യത്തിനായി, വിടുതലിനായി, സമാധാനത്തിനായി നന്ദി പറയുന്ന കർത്താവെ. സ്തോത്രനാഥ കർത്താവെ, മറ്റിതര വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയ മക്കൾക്ക് കർത്താവ്, ഭവനമില്ലാതെ ഭവനത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്താവ് എത്ര വേഗത്തിൽ അത് പൂർത്തീകരിപ്പാനുള്ള വഴിയും വാതിലും എൻ്റെ കർത്താവ് തുറക്കണം അപ്പാ. ചെങ്കടലിൽ വഴി തുറന്ന കർത്താവിന് ഒന്നും അസാധ്യമല്ലല്ലോ നാഥ. എൻ്റെ കർത്താവിൻ്റെ കരം, ഹല്ലേലൂയ അപ്പാ, ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ വെച്ച് എത്ര വേഗത്തിൽ അതിനെല്ലാം പരിഹാരങ്ങൾ നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവേ സ്തോത്രനാഥ, തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കർത്താവേ, ഹല്ലേലൂയ, കുടുംബ സമാധാനമില്ലാതെ, ഹല്ലേലൂയ, മക്കളെക്കുറിച്ച് കുടുംബനാഥന്മാരെ കുറിച്ചും ഒക്കെ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല എന്ന് ഭാരത്തോടെ ഇരിക്കുന്ന മക്കൾക്കെല്ലാം, ഹല്ലേലൂയ കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനും പാപപ്രവൃത്തികൾക്കും, ഹല്ലേലൂയ ആമേ, പ്രേരിപ്പിക്കുന്ന സകല പൈശാചിക ശക്തികളും പൂർണ്ണമായി അഴിഞ്ഞു മാറുമല്ലോ കർത്താവേ. ഹല്ലേലൂയ പ്രകാരം നാഥ, യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം 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 കർത്താവ്. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുവാൻ തക്കവണ്ണം സഹായിക്കണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാർ, ദാസന്മാർ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം കർത്താവെ, യേശു മാത്രം രക്ഷകനെന്ന് സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരോട് അറിയിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവെ. സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ സമാധാനത്തെ സകല കുടുംബങ്ങളെ അങ്ങ് നിറയ്ക്കണം നാഥ. സ്വർഗീയ സമാധാനം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ അപ്പാ, സ്തോത്രം. ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കർത്താവെ ആയിരിക്കുന്ന അനേക കോടാനുകോടി ജനം ഉണ്ടല്ലോ അപ്പാ. അവർക്കെല്ലാം യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യത്തിലെത്തുന്നില്ല എന്നല്ലേ ചെയ്ത കർത്താവെ. ആ യേശുവിൻ്റെ സ്നേഹത്താൽ സകലരും നിറയപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നിത്യജീവനിലേക്കുള്ള വഴി യേശു മാത്രമാണെന്നറിഞ്ഞ് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ആ യേശുപ്പൻ്റെ ഹല്ലേലൂയ ആമേൻ കാൽച്ചുവടുകളെ പിന്തുടരുന്നവരായി തീരുവാൻ, ദൈവവചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും അതിന് പ്രകാരം മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവ്. തുടർന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണം കർത്താവേ. നയോളം ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി തീരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവേ. ആമേൻ. ദൂരയാത്രകളിലായിരിക്കുന്ന പ്രിയ മക്കളുണ്ടല്ലോ അപ്പാ, അവരുടെ യാത്രകളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. മുൻപട പിൻപടയായി വിശുദ്ധ ദൂതഗണങ്ങളെ കാവൽ ചെയ്യണം കർത്താവേ. ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതൻ അയക്കുന്നു എന്നുള്ള വചനം കർത്താവേ ഓരോ മക്കളുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, സന്തോഷത്തോടെ എത്തിച്ചേർന്നു എന്ന്, ഹല്ലേലൂയ ആമേൻ, സന്തോഷകരമായ വാർത്തകൾ അറിയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം അപ്പാ. യാത്രകളിലെല്ലാം ശരബല സൗഖ്യ ആരോഗ്യമൊന്ന് പാരണപ്പാ. യേശുവിൻ്റെ സമാധാനത്താൽ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണം അപ്പാ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ. അനുഗ്രഹിക്കുമാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുക, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.